സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കിയ ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടൽ. പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നും പരാതികൾ തുറന്ന സമീപനത്തോടെ കേൾക്കാൻ തയ്യാറാണ് എന്നുമാണ് ഹൈക്കമാൻഡിന്റെ സന്ദേശം. അതേസമയം പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള വി.ഡി. സതീശന്റെ നീക്കത്തിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മറന്ന് മുതിർന്ന നേതാക്കൾ കൈകോർക്കുകയാണ്. കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും വിശ്വസ്തർക്ക് പാർട്ടിയിൽ അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന വിമർശനം ചാണ്ടി ഉമ്മൻ പരസ്യമാക്കിയതിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ. പരാതികൾ കേൾക്കാൻ ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വൈകാതെ അവസരമൊരുക്കുമെന്നാണ് സൂചന. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി തയ്യാറെടുക്കുന്നതിനിടയിൽ വിവാദ പ്രസ്താവനകൾ നേതൃത്വത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയും ഹൈക്കമാൻഡിനുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂർ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ, കെ മുരളീധരൻ ഇങ്ങനെ നീളുന്നു ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവനയെ മൗനമായി പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ നിര. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന പരാതി രമേശ് ചെന്നിത്തല നേരത്തെ മുതൽ ഉന്നയിക്കുന്നതാണ്. പ്രവർത്തക സമിതി അംഗമായിട്ടും സംസ്ഥാന കോൺഗ്രസിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സംബന്ധിച്ച് തന്നോട് ചർച്ചകളൊന്നും നടത്താറില്ലെന്ന പരിഭവം ശശി തരൂരിനും ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബോധപൂർവം ബലിയാടാക്കുകയായിരുന്നെന്ന വിലയിരുത്തലാണ് കെ മുരളീധരന്റെ അസംതൃപ്തിക്ക് കാരണം. ആരോഗ്യം ക്ഷയിച്ചെന്ന പ്രതീതി സൃഷ്ടിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കാൻ മറുചേരി ഗൂഢാലോചന നടത്തുന്നതായാണ് കെ സുധാകരന്റെ പരാതി. പരിഭവങ്ങൾക്ക് കാരണങ്ങൾ പലതാണെങ്കിലും കാരണക്കാരൻ ഒന്നാണെന്നാണ് ഈ നിരയുടെ വാദം. അതേസമയം ഉപതെരഞ്ഞെടുപ്പുകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെയും മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ എതിർപ്പുകളെ അതിജീവിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് സതീശൻ ക്യാമ്പ്. AI ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള വി.ഡി. സതീശന്റെ നീക്കത്തെ ചെറുക്കാൻ അസംതൃപ്തരായ നേതാക്കൾ കൈകോർക്കുന്ന അപൂർവ കാഴ്ചയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉദ്വേഗമുണർത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ തന്നെ തുടരുന്നുണ്ട്. ഡാൻ, റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ വി.ഡി. സതീശന്റെ ഒരു അപ്രമാദിത്വത്തിനെതിരെ ആണ് വിവിധ നേതാക്കളടക്കം ഇപ്പോൾ രംഗത്ത് വരുന്നത്. അതിൽ തന്നെ ചില പ്രതികരണങ്ങൾ പരസ്യമായി തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാര സാധ്യത തെളിയുന്നത്? ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർണായക നീക്കത്തിലേക്കാണ് ഹൈക്കമാൻഡ് നേതൃത്വം കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ല് സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ മാറ്റിയത് മുതൽ ചാണ്ടി നേതൃത്വവുമായിട്ട് വിയോജിപ്പിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലതവണ അക്കാര്യം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അടക്കം അദ്ദേഹം അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും അത്തരത്തിലുള്ള ഒരു അവഗണന തുടരുകയാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ ആവർത്തിച്ചത്. അങ്ങനെ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ് പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് മാറിയത്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചാണ്ടി ഉമ്മൻ പോകാതിരുന്നത് വലിയ തരത്തിൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു. പക്ഷേ അപ്പോൾ UDF നേതൃത്വം ഒന്നടങ്കം പറഞ്ഞത് ചാണ്ടി ഉമ്മൻ സ്ഥലത്തില്ലാത്തതിനാലാണ് പുതുപ്പള്ളിയിൽ പോകാതിരുന്നത്, അതിനപ്പുറത്തേക്ക് അതിൽ മറ്റ് കാരണങ്ങളൊന്നും ഇല്ല എന്നാണ്. അങ്ങനെ വാദിച്ചുകൊണ്ടിരുന്ന UDF നേതൃത്വത്തെ അപ്പാടെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയാൽ നേതൃത്വത്തിന്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കുമെന്ന കൃത്യമായ ബോധ്യം ഹൈക്കമാൻഡ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചാണ്ടി ഉമ്മനുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ഈ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കേൾക്കുന്നതിന് വേണ്ടി കൂടിക്കാഴ്ചയ്ക്കൊരു അവസരം ഒരുക്കാനാണ് സാധ്യത. കേരളത്തിൽ നിന്ന് തന്നെയുള്ള KC വേണുഗോപാൽ, AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി, അദ്ദേഹം തന്നെ ഈ ചർച്ചകൾക്ക് മുൻകൈ എടുത്തേക്കും. അങ്ങനെയാണെങ്കിൽ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി പുനഃസംഘടനയിൽ അടക്കം അർഹമായ പ്രാതിനിധ്യം നൽകുമെന്നൊരു ഉറപ്പ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അതല്ലാതെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കാൻ മറ്റൊരു മാർഗമില്ല. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് 1.5 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അടിയന്തരമായ ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതിന്റെ കാരണം
പാർട്ടി കെട്ടുറപ്പോടെ പോകേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്, അതിനെ മറ്റ് മുതിർന്ന നേതാക്കൾ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു ഇടപെടലിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം കടക്കേണ്ടത്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവനയെ പരസ്യമായും രഹസ്യമായും അനുകൂലിക്കുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത ഒരു പറ്റം നേതാക്കളുണ്ട്. ആ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതികരണത്തിന് ശേഷം വന്നിട്ടുള്ള സമീപനം, അവരിതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ, അതെല്ലാം ഹൈക്കമാൻഡ് നേതൃത്വം ശ്രദ്ധയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി അടിയന്തരമായ ഇടപെടലിന് ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ ഇടപെടാനുള്ള ഒരു സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.